അവൈലബിൾ ആണ് സാർ. പക്ഷെ നമുക്ക് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് കേൾക്കുന്നത്, അതായത് കൂടുതലും ഈ വിദ്യാർത്ഥികൾ, നമുക്ക് മറ്റൊരു പ്രേക്ഷ ഇപ്പം ചേരുന്നുണ്ട്. കല്ലമ്പലത്ത് നിന്നും സൗമ്യ എന്ന പ്രേക്ഷകയാണ് ചേരുന്നത്. ഹലോ സൗമ്യ. ഹലോ സൗമ്യ. ഹലോ. സൗമ്യ, എന്താണ് സംശയം? ചോദിച്ചോളൂ. സാർ, എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം, UGC നെറ്റിന്റെ മാർക്കിംഗ് സ്കീമിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാർ. മാർക്കിംഗ് സ്കീമിനെ പറ്റിയാണ് സാർ. UGC നെറ്റിന്റെ മാർക്കിംഗ് സ്കീം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തരാം. എനിക്ക് സാർ, എനിക്കൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ, ആ പരീക്ഷയിലെ സ്കീം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞുതരാം. മൂന്ന് പേപ്പറുകൾ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ, ആ മാർക്സ് എങ്ങനെയാണ് അതിന്റെ മൊത്തം ഫസ്റ്റ് പേപ്പറിന് 100 മാർക്ക്, സെക്കൻഡ് പേപ്പറിന് 100 മാർക്ക്, തേർഡ് പേപ്പറിന് 150 മാർക്ക്, മൊത്തം 350 മാർക്കിന്റെ പരീക്ഷ. ആദ്യത്തെ പേപ്പർ ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, കോംപ്രിഹെൻഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ പേപ്പറിൽ. 2-3 പേപ്പറുകൾ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഓക്കെ, എനിക്കൊന്ന് സൗമ്യക്ക് അത് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ പറഞ്ഞു വന്നപ്പം പല വിദ്യാർത്ഥികൾ, അത് പെൺകുട്ടികൾ പലപ്പോഴും പരാതി നൽകുന്നത് ഗൈഡുമാരുടെ ആ ഒരു പ്രശ്നങ്ങളെ പറ്റിയാണ്. അപ്പൊ അതിനെ നേരിടാനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം തങ്ങളുടെ കീഴിലുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്ന തീസിസ് വർക്കും മറ്റും ഗൈഡിന്റെ പേരിൽ പബ്ലിഷ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള ചെറിയ വിവാദങ്ങൾ വരാറുണ്ട്. അപ്പം ഇത് കുറയ്ക്കാനായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും എത്തിക്സ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മളെ സർവകലാശാലകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് ഗവേഷണ ഗൈഡിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സർവകലാശാലയിൽ തന്നെ ഉണ്ട്. വിദ്യാർത്ഥികൾ അത് പോയിന്റ് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർവകലാശാല അതിന്റെ പേരിൽ നടപടികൾ അത് മറച്ചു വെക്കേണ്ട കാര്യമല്ലല്ലോ. അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല. കേരളത്തിലെ മിക്കവാറും റിസർച്ച് ഗൈഡന്മാരൊന്നും വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ അവരുടെ പേരിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ കേരളത്തിന് പുറത്തുള്ള ചില സർവകലാശാലകളിൽ റിസർച്ച് വിദ്യാർത്ഥികളുടെ തീസിസ് അധ്യാപകരുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ടെൻഡൻസി നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിൽ ഇത് അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് കേരളത്തിൽ ആ ഒരു പ്രശ്നം വരുന്നത് ദില്ലി സർവകലാശാലയിൽ വളരെ റീസെന്റ് ആയിട്ട് ആ രീതിയിൽ, അതായത് ഒരു വിദ്യാർത്ഥികൾ വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു. അപ്പൊ കേരളം എനിക്കൊന്ന് കുറച്ചുകൂടി സേഫ് ആണ് റിസർച്ച് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും സേഫ് ആണ്. സാർ, ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രേക്ഷകയോ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആ പ്രേക്ഷകയാണ് ചേരുന്നത്. ഹലോ. ഹലോ. ചോദിച്ചോളൂ, എന്താണ് സംശയം? ഗുഡ് മോർണിംഗ് സാർ, എന്റെ പേര് രശ്മിയാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ രശ്മി. സാർ, ഇത് എന്റെ UGC NET ക്ലിയർ ആയിട്ടുണ്ട് മാനേജ്മെന്റില് 2013. അത് കഴിഞ്ഞിട്ട് ഈ റീസെന്റ് ആയിട്ട് ഈ ഫാക്കൽറ്റി പൊസിഷന് കോൾ ഫോർ ചെയ്തായിരുന്നു. അന്നേരം ഞാൻ അപ്ലൈ ചെയ്യാൻ ഓർത്തു. പക്ഷെ അത് അവര് ചോദിച്ചേക്കുന്നത് ഈ UGC NET MBA പഠിച്ചവരൊക്കെ എലിജിബിൾ ആണല്ലോ സർ. പക്ഷെ ഈ അപ്ലൈ ചെയ്യാൻ നേരം അവര് ചോദിക്കുന്നത് MBA ഫോളോഡ് ബൈ BCom ഇല്ലെങ്കിൽ BBM. വേറെ ഒരു BCA പഠിച്ചവര് MBA ചെയ്യാറുണ്ടല്ലോ. BSc പഠിച്ചാലും ചെയ്യാം. പിന്നെ NETക്ക് അവർ എലിജിബിൾ ആണ്. എക്സാം എഴുതുമ്പോ ഒരു എലിജിബിലിറ്റി ഇല്ല എന്നൊന്നും പറയത്തില്ല. ഇപ്പൊ എന്റെ ക്ലിയർ ആയി സർ. ഞാൻ BCA ചെയ്ത് MBA ചെയ്തതാണ്. അതെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രയോജനം ഇല്ലാതായി. അപ്ലൈ ചെയ്ത മാനേജ്മെന്റ് ഫാക്കൽറ്റിയിലുള്ള ടീച്ചിങ് പോസ്റ്റിലേക്കാണോ? അതെ അതെ. ഓക്കെ. അപ്പോഴേ അവരെന്താണ് അതിന് ഒബ്ജക്ഷൻ പറഞ്ഞത്? BCom വേണമെന്നാണ്. ചില ഫാക്കൽറ്റി പൊസിഷനിൽ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. അത് എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലാണെങ്കിൽ നേരെ തിരിച്ചായിട്ടും അവർ ചോദിക്കുക BCA കഴിഞ്ഞിട്ട് MBA ചെയ്തിട്ടുണ്ടോ? കുറെ പേര് ഇങ്ങനെ സഫർ ആയിട്ടുണ്ട് സർ. അതെ. ഞാൻ കുറെ ഫൈറ്റ് ചെയ്തു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഒന്നും പറ്റിയില്ല. വലിയ ലോസ് ആയിപ്പോയി എനിക്ക്. ഓരോ സർവകലാശാലയിലും ഉള്ള ഫാക്കൽറ്റി പൊസിഷനിൽ അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷനിൽ കുറച്ച് വേരിയേഷൻസ് വരാം. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമനുസരിച്ച് ബേസിക് ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് സൗമ്യ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. മറ്റ് ഫാക്കൽറ്റി പൊസിഷൻസ് വരുമ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ എത്രയോ വർഷം തൊട്ട് 5-6 വർഷം തൊട്ട് ഈ ഇടയ്ക്ക് സർ കോൾ ചെയ്തേ. പക്ഷെ ഈ ഇടയ്ക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതെ. ഇത് സംബന്ധിച്ച് UGCക്ക് നമ്മളൊരു നിവേദനം കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് UGC മീറ്റിംഗിൽ പരിഗണിക്കുന്നതാണ്.
പക്ഷെ ഇത് ഒരു ഇതുണ്ട് സാർ, അങ്ങനെയാണെങ്കിൽ അതെ. എക്സാം എഴുതാൻ തന്നെ എലിജിബിൾ അല്ല എന്ന് വെക്കണം. അല്ല, തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. ഇപ്പൊ ബിടെക് BE ഇതെല്ലാം കഴിഞ്ഞവർക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പം എടുക്കാമല്ലോ. എനി ഗ്രാജുവേറ്റിനും നമുക്ക് ഇപ്പോൾ MBAക്ക് ചേരാം. പക്ഷേ ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ക്വാളിഫിക്കേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇക്കാര്യം തീർച്ചയായിട്ടും UGCയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് മാത്രമല്ല, കേരളത്തിൽ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് പറ്റും കേരള സർവകലാശാലയിലോ? അത് ഓരോ ഡിപ്പാർട്ട്മെന്റും അതിന്റെ അടിസ്ഥാന യോഗ്യത വെച്ചിട്ടുണ്ട്. ആ അടിസ്ഥാന യോഗ്യത അവർക്ക് അതേ യോഗ്യത ഉള്ളവരെയാണ് വേണ്ടത്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും അത്. അപ്പൊ അവിടെ MCom ആണ് അല്ലെങ്കിൽ BCom ആണെങ്കിൽ അവർക്ക് അത് പ്രയോജനപ്പെടും. ഓക്കെ, അതാണ് അതിൽ വ്യത്യാസം. കേരള സർവകലാശാലയിൽ എങ്ങനെയാണ് സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പ്രശ്നങ്ങൾ ദയവ് ചെയ്ത് UGCയെ അറിയിക്കുക. എനിക്കൊന്ന് വ്യക്തമായ ഒരു സഹായം അവിടെ നിന്ന് ലഭിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യാശയുടെ മുന്നോട്ട് കാര്യത്തിലൊന്ന് ഇത് ചെയ്തേരെ സാർ. എന്റെ മാതിരി കുറെ ആൾക്കാർ ഈ ഇഷ്യൂല് സഫർ ആയിട്ടുണ്ട് സാർ. ഓക്കെ, തീർച്ചയായും ഇതിപ്പം ഞങ്ങൾ വിളിച്ച് അറിയിച്ചതിന് വളരെ നന്ദി. ഞങ്ങൾ അറിയിക്കേണ്ട വ്യക്തികളെ തീർച്ചയായിട്ടും അറിയിക്കും. നിങ്ങളെ രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഞങ്ങളും ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. വിളിച്ചതിന് വളരെ നന്ദി. ഞങ്ങൾ എന്താണോ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അത് തീർച്ചയായും ചെയ്യും. വളരെയധികം നന്ദി വിളിച്ചതിന്. സാർ, ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പൊ വരുന്നുണ്ട്. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് മുന്നോട്ട് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ സാർ, UGC അറിയിക്കാൻ? സാർ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നൊരു പോയിന്റിലേക്ക് വരാം. PhDക്ക് ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അതായത് ഇപ്പം ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും ചെയ്ത പ്രോജക്ട് റിപ്പോർട്ട്സ് ആണോ, അതോ എന്താണ് അതിന്റെ ഒരു പ്രൊസീജിയർ? ഡോക്യുമെന്റ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു PhDക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥി ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്ന്, ഏത് മേഖലയിലാണോ നമ്മൾ ഗവേഷണം, ഏത് ഏരിയയിലാണ് ഗവേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കണം ആദ്യം. രണ്ട്, ആ ഏരിയയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവുകൾ നേടിയെടുക്കണം. ആ ഏരിയയിലുള്ള സ്റ്റാൻഡേർഡ് ബുക്സുകൾ, ജേർണലുകൾ, അതേപോലെ മുൻപ് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി റെഫർ ചെയ്തിട്ട് ആഴത്തിലുള്ള അറിവുകൾ നേടിയെടുക്കണം. നമുക്കിപ്പം ഒരു പ്രേക്ഷകൻ ചെയ്യുന്നു സാർ, അതിലേക്ക് വരാം. മലപ്പുറത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷകരാണ്. ഹലോ ഉണ്ണികൃഷ്ണൻ. ഹലോ ഉണ്ണി, സംസാരിച്ചോളൂ. സർ നമസ്കാരം. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ MPhilഉം PhDയും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോ ഈ PhD ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് നെറ്റ് നിർബന്ധമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്ത് അസിസ്റ്റന്റ് ആണോ അസോസിയേറ്റ് ആണോ? ക്ലിയർ ആയില്ല. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോളേജിൽ അധ്യാപകനാവണമെങ്കിൽ നെറ്റ് നിർബന്ധമാണോ PhD MPhil ഉള്ള ഒരാൾക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. PhD ഉള്ള ആൾക്ക് നെറ്റ് നിർബന്ധമില്ല. ഹലോ ഹലോ. പക്ഷെ അത് ഇപ്പോ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുന്ന സമയത്ത് നെറ്റ് നിർബന്ധമാണ്, എന്താ സുപ്രീം കോടതിന്റെ വിധി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിലെ ഒരു ഇതുണ്ടായിരുന്നു. ഇത്ര ഇയർ വരെ PhD എടുത്തവരെ നെറ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉണ്ടായിരുന്നു. അത് കോടതിയിൽ ധാരാളം കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ UGC ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത് PhD, അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ വേരിയേഷൻസ് വരാം. അത് ബന്ധപ്പെട്ട UGCയുടെ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കുക. എനിക്ക് ഹലോ, എന്തോ ചെറിയൊരു സാന്തിക തകരാറ് വന്നിരിക്കുകയാണ് സാർ. ഇപ്പം നമ്മൾ സാർ പറഞ്ഞത് ഈ ലിറ്ററേച്ചർ സർവേ പറ്റിയാണല്ലോ. അതെ, ഞാൻ പറഞ്ഞത് ഒരു PhD ചെയ്യുമ്പോൾ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ഏരിയയെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു റിസർച്ച് ഗൈഡിനെ സമീപിക്കണം. ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെന്റർ വിദ്യാർത്ഥി കണ്ടെത്തണം. ആ ഗൈഡ് വിദ്യാർത്ഥി റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖലയിലെ ഒരു എക്സ്പെർട്ട് ആയിരിക്കണം. ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ PhD എൻട്രൻസ് അല്ലെങ്കിൽ നെറ്റ് പാസ്സായതിനു ശേഷം UGCക്ക് നമ്മുടെ PhDക്ക് വേണ്ടി രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുക. ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ധാരാളം ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. അതിൽ ഒന്ന് ഗൈഡിന്റെ കൺസെന്റ് ആണ്. ഈ കുട്ടിയെ റിസർച്ച് ഗൈഡ് ചെയ്തോളാം എന്നുള്ള ഒരു കൺസെന്റ്. സാർ, അപ്പൊ അതായത് എനിക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ ഞാനൊരു ഗൈഡിനെ പോയി കണ്ടെത്തി അങ്ങനെയാണോ ചെയ്യേണ്ടത്, അതോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ആ ടോപ്പിക്കിന് റിലവന്റ് ആയിട്ടുള്ള ഗൈഡിനെ നമുക്ക് തരികയാണോ ചെയ്യുന്നത്? ഇപ്പോഴത്തെ പാറ്റേൺ എന്ന് പറയുന്നത്, ഭാവിയിൽ അങ്ങനെ ഇതിലേക്കുള്ള ചേഞ്ചിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നേരിട്ട് പോയി ഗൈഡിന്റെ ലിസ്റ്റിൽ നിന്നും ഒരു ഗൈഡിനെ കണ്ടെത്തണം. ഓക്കെ, അദ്ദേഹത്തിന്റെ കൺസെന്റ് വാങ്ങിക്കണം.
അദ്ദേഹം നമ്മളെ PhDക്ക് ഗൈഡ് ചെയ്തോളാം എന്നുള്ള ഒരു കൺസെൻറ്റ് യൂണിവേഴ്സിറ്റിക്ക് എഴുതി കൊടുക്കണം. അതിനോടൊപ്പം തന്നെ റിസർച്ച് സെൻറ്ററിൽ ഈ വിദ്യാർത്ഥിക്ക് റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫെസിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ഒരു റിസർച്ച് പ്രൊപ്പോസൽ, ഒരു സിനോപ്സിസ് വിദ്യാർത്ഥി അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ കോപ്പികൾ കൊടുക്കണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു PhD അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന് പല സർവകലാശാലയിൽ അത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. കേരള സർവകലാശാലയിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ. ഓക്കെ സാർ, ഇപ്പൊ നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട് മാവിലിക്കൽ നിന്നും, ശ്യാമല പിള്ള. ഹലോ. ഹലോ സാർ. ഹലോ, ചോദിച്ചോളൂ, എന്താണ് സംശയം? എന്റെ മകൾ അമൃത യൂണിവേഴ്സിറ്റിയിലെ PhD ചെയ്യാനിപ്പോൾ. ഓക്കെ. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലോ അതുപോലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയില് ജോബ് കിട്ടാൻ സാധ്യതയുണ്ടോ? അമൃത യൂണിവേഴ്സിറ്റി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലോ മറ്റ് യൂണിവേഴ്സിറ്റികളിലോ ജോലി കിട്ടുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ചതിന് വളരെ നൽകി സാർ. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു. അതെ. ഈ PhD പഠനത്തിന്റെ ആ ഒരു കാലയളവ് എത്ര കൊല്ലമാണ്? ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ഉണ്ടോ? PhD കാലഘട്ടത്തിന്റെ ടൈം എന്ന് പറയുന്നത് ജനറലി 3 വർഷമാണ്. ശരി. 3 വർഷം കൊണ്ട് നമുക്കൊരു PhD രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് നമുക്ക് ഒരു PhD തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സാർ, അത് മാത്രമല്ല, ഏത് രീതിയിലാണ് ഒരു ഗൈഡിനെ ഉപയോഗിച്ച്, സാർ ഒരു ഗൈഡാണ്, ഇപ്പൊ ഒരു ഐഡിയൽ സ്റ്റുഡന്റ് ആ 3 കൊല്ലം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരു ഐഡിയൽ സ്റ്റുഡന്റ് 3 വർഷം സർവകലാശാലയുടെ PhD സ്റ്റുഡന്റ് 3 വർഷം ചെയ്യേണ്ടതിന് ഇപ്പോൾ പ്രത്യേകിച്ച് മാർഗനിർദ്ദേശങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ 3 വർഷങ്ങൾ ഒരു ശരിയായ ഒരു പ്ലാനിങ് ഇല്ലാതെ പോവുകയാണെങ്കിൽ PhD 3, 4, 5 വർഷം കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ 3 വർഷം കൊണ്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു PhD സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത്, ഒന്ന്, ആദ്യത്തെ വർഷം അവർ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് വർക്കാണ്. അപ്പോൾ ഒരു കോഴ്സ് വർക്ക് PhDക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മൾ പഠിക്കുന്ന ഏരിയയെക്കുറിച്ചുള്ള പഠനങ്ങൾ, പുസ്തകങ്ങൾ, മുൻപ് നടത്തിയിട്ടുള്ള തീസിസുകൾ, ഇത് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യണം. ഒരു PhDക്ക് ഒരു ഏരിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആ ഏരിയയിൽ മുൻപ് നടത്തിയിട്ടുള്ള ഒരു 10 PhD തീസിസ് എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്ത് പഠിച്ചാൽ അയാൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എന്ത് മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്, എന്ത് സാമ്പിളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഏതെല്ലാം വേരിയബിൾസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എന്തെല്ലാം ഹൈപ്പോത്തിസിസ് ആണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പാറ്റേൺ എന്താണ്, അതിൻ്റെ ചാപ്റ്ററൈസേഷൻ എന്താണ്, അത് എങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ ഡേറ്റ ടാബുലേറ്റ് ചെയ്തിരിക്കുന്നതും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതും എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു 10 തീസിസ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പോകുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും. സാർ, നമുക്ക് എന്തായാലും അതിലോട്ട് വിശദമായിട്ട് വരാം. ഇപ്പം കാസർഗോഡ് നിന്നും ഖലീൽ ജിബ്രാൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഖലീൽ, എന്താണ് സംശയം? ഖലീൽ, TV-യിലെ വോളിയം കുറച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് ചോദ്യം ചോദിച്ചോളൂ. ഹലോ സർ. ഖലീൽ, ചോദിച്ചോളൂ, എന്താണ്? ഈ ലാംഗ്വേജ് പോലത്തുള്ള വിഷയങ്ങളിൽ PhD ചെയ്യാൻ പോകുമ്പോൾ ഈ സിനോപ്സിസ് റെഡിയാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സർവകലാശാലയിൽ ഒരു സിനോപ്സിസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ, ജനറലായിട്ട് ഞാൻ സോഷ്യൽ സയൻസ് മേഖലയാണ്. സോഷ്യൽ സയൻസിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരു തീസിസിൻ്റെ സിനോപ്സ്, ഒരു റിസർച്ച് പ്രൊപ്പോസലിൻ്റെ സിനോപ്സ് തയ്യാറാക്കുമ്പോൾ ആ പഠനത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് അതിൻ്റെ പ്രോബ്ലം ഫോർമുലേഷനാണ്. എന്ത് പ്രോബ്ലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് ആർക്കാണ് ഈ സ്റ്റഡി പ്രയോജനപ്പെടുന്നത്? കാരണം ആർക്കും പ്രയോജനമില്ലാത്ത ഒരു സ്റ്റഡി നമ്മൾ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എന്ത് വിഷയത്തിലാണ്, എന്താണ് ഇതിൻ്റെ റിസർച്ച് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റിസർച്ച് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് റിസർച്ചിന് ഇതേപോലെ തന്നെ ആയിരിക്കും. ലാംഗ്വേജ് റിസർച്ചിനും ഇതേ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ തയ്യാറാക്കണം. ആ റിസർച്ചിനെ കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ്, ഒരു പ്രൊപ്പോസൽ ആണ് പ്രധാനമായിട്ടും. അതിന് അകത്ത് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടാവണം, ആ സ്റ്റഡിയുടെ സംബന്ധിച്ചുള്ള പ്രോബ്ലത്തിന്റെ ഫോർമുലേഷൻ ഉണ്ടായിരിക്കണം,
പിന്നെ എന്താണ് അതിന്റെ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ടെക്നിക്സ് ആണ്, ടൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടായി. ഇത്ര പേജ് അങ്ങനെയൊക്കെ അത് നമുക്കൊരു 5 പേജ് മതിയാവും. വളരെ ബ്രീഫായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് മതിയാവും. നമുക്ക് മറ്റൊരു പ്രേക്ഷക കൂടി ലൈനിൽ വന്നിട്ടുണ്ട്, കൊല്ലത്ത് നിന്നും. ഹലോ ഹലോ. ആ ചോദിച്ചോളൂ, എന്താണ് സംശയം? ഹലോ. ആ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ. ഹലോ, എന്റെ പേര് ലുബ്നാസ്, ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണേ. ഹലോ. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഞാൻ ബിടെക് കഴിഞ്ഞതാണ് സാർ. അത് കഴിഞ്ഞ് 1 ഇയർ ഗേറ്റ് കോച്ചിങ്ങിനായിട്ട് പോയി. അപ്പോ ഇപ്പൊ ഈ അടുത്തൊരു എൻട്രൻസ് എക്സാം ഞാൻ എഴുതി. യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസിന്റെ ഒരു എംടെക്കിന്റെ എൻട്രൻസ് എഴുതി. അപ്പൊ അതിന് സെലക്ട് ആയി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത് മെസ്സേജ് വന്നു. അപ്പോ ന്യൂക്ലിയർ സയൻസിലാണ് എനിക്ക് കിട്ടിയത്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പോ സാർ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതലായി ഡീംഡ് ആണോ, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഡെറാഡൂണിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഈ യൂണിവേഴ്സിറ്റി വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ആണല്ലേ? അതെ. പക്ഷേ ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് അറിയാൻ ഇനിയിപ്പം അത് സർവകലാശാലയുടെ വെബ്സൈറ്റ്, ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാ വിവരങ്ങളും കിട്ടും. വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി സാർ. അപ്പൊ പിന്നെ ഒരു ഉറപ്പില്ല ഇതിനി നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ ഈ ഫീസൊക്കെ ഉള്ളത് കൊണ്ട്. ധൈര്യമായിട്ട് ഫീസൊക്കെ ഉണ്ടാവും, അതിന് സ്കോളർഷിപ്പ് കിട്ടാനുള്ള മാർഗങ്ങളുണ്ടാവും. ദേശീയ തലത്തിലുള്ള നെറ്റൊക്കെ പാസ്സാവുകയാണെങ്കിൽ, CSIR എക്സാമിനേഷൻ ഒക്കെ പാസ്സാവുകയാണെങ്കിൽ മാസം 25,000 രൂപ വീതം ഫെലോഷിപ്പ് കിട്ടും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇതിന് പലതരത്തിലുള്ള ഫെലോഷിപ്പ് ലഭിക്കും. ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തട്ടിക്കൊണ്ട് പോകും. ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സയന്റിസ്റ്റായിട്ട്, ടെക്നോളജിസ്റ്റായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. എന്തായാലും UPSന്റെ സൈറ്റ് സന്ദർശിക്കുക. അറിയാലോ, ഡെറാഡൂൺ ഒരു വളരെ പ്രശസ്തമായ സുഖവാസ കേന്ദ്രമാണ്. അവിടെ പോയി പഠിക്കാന്ന് പറയുന്നത് സുഖമുള്ള ഒരു കാര്യമല്ലേ? പക്ഷെ എനിക്കൊന്ന് ഗേറ്റ് റിസൾട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, ഗേറ്റ് റിസൾട്ടും കൂടി വന്നിട്ട് ഇപ്പൊ IIT-ലോ വല്ലതും കിട്ടുകയാണെങ്കിൽ അതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കിട്ടിയതിന് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ സാർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നൊരു പോയിന്റിലേക്ക്, ഇപ്പം അമൃത യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ ബിടെക് ചെയ്ത കിട്ടി. ആ ഒരു വിദ്യാർത്ഥിക്ക് MTechോ അല്ലെങ്കിൽ PhDയോ കേരള ഇപ്പൊ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. UGC റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എല്ലാം അംഗീകാരമുള്ളതാണ്. അതിന് മറ്റൊരു തടസ്സമുണ്ടില്ല. സാർ, ഇപ്പൊ നമ്മൾ നേരത്തെ PhDയുടെ തീസിസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു PhD ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ആദ്യത്തെ വർഷം ഞാൻ പറഞ്ഞത് 10 PhD തന്റെ മേഖലയിൽ മുൻപ് നടത്തിയിട്ടുള്ള 10 PhD തീസിസ് എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്ത് അത് എങ്ങനെയാണ് നടത്തിയത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ വളരെ എളുപ്പമായിരിക്കും മുന്നോട്ട് പോകാൻ. സാർ, പക്ഷേ ഇപ്പൊ നമുക്കൊരു പ്രേക്ഷകൻ അടുത്തൊരു സംശയമായി വന്നിരിക്കും. എനിക്ക് കേരളത്തിൽ ഏറ്റവും ചൂടുള്ള പാലക്കാട് നിന്നാണ് ആ പ്രേക്ഷക. അപ്പൊ നമുക്ക് ആ കോൾ എടുത്തേ പറ്റത്തുള്ളൂ. ഹലോ. ചോദിച്ചോളൂ, ആരാണ്? ഞാൻ വീട്ടിനെയാണ് സാർ. ഇപ്പൊ ഞാൻ നിലവിൽ ചണ്ഡീഗഡിനാണ് വിളിക്കുന്നത്. സാർ, ഞാനിവിടെ വർക്ക് ചെയ്യാണ് പിജിമർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടില് സ്റ്റാഫ് നഴ്സാ. സാർ, ഞാൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് കഴിഞ്ഞതാ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞിട്ട് 4 വർഷമായി. പിന്നെ ഞാൻ ഫർദറായി എനിക്ക് പഠിക്കാൻ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നും ഞാൻ പഠിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ജോയിൻ ചെയ്തു. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സാർ. അപ്പൊ ഇപ്പൊ എനിക്ക് എന്ന് പറയുമ്പോ എനിക്ക് സൈക്കോളജി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എനിക്ക് അതിൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിന് ഞങ്ങൾക്ക് GNM കഴിഞ്ഞവർക്കാണെങ്കിൽ അത് ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഡിഗ്രി എടുക്കാതെ അതായത് 2 വർഷം പോസ്റ്റ് PhD ചെയ്യുന്നത്. ഇത് 3.5 വർഷത്തെ കോഴ്സ് ആയിരുന്നു സാർ. ഇത് 2 വർഷം കൂടെ ചെയ്തത് 5.5 വർഷം കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഡിഗ്രി തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇനി അതിലേക്കുള്ള ഇപ്പൊ സൈക്കോളജി ഒരു ഡിഗ്രി ആയതുകൊണ്ട് കാര്യമില്ലല്ലോ സാർ. അപ്പൊ അതിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ 26 വയസ്സായി. ഇനി എനിക്കൊരു ഡിഗ്രി കിട്ടണമെങ്കിൽ തന്നെ എന്തായാലും 29 വയസ്സ് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞൊരു PG അതൊക്കെ ഒരു നല്ല ഏജ് ആവും. എനിക്ക് ഇതിൽ തന്നെ ഡിഗ്രി എടുക്കും സാർ. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല പഠിക്കാനിപ്പോ. ഇന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ചേരാമല്ലോ. പക്ഷെ അത് കേരള യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതെല്ലാം പൂർണ്ണമായിട്ടും ശരിയല്ല. കേരള യൂണിവേഴ്സിറ്റി അല്ല, ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ അംഗീകരിക്കണമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമുണ്ട്.
കേരള യൂണിവേഴ്സിറ്റി ഏതെങ്കിലും കോഴ്സ് റെഗുലറായി പോയതിന്റെ അതേ വാല്യൂ കിട്ടുമോ സാർ? കേരള യൂണിവേഴ്സിറ്റി ഏതെങ്കിലും കോഴ്സ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും പരിഗണിക്കും. സാർ, അപ്പൊ ഞാൻ ഇനിയിപ്പോ വേറെ ഇതേ കോഴ്സിൽ തന്നെ ഒരു ജോബിന് പോവുകയാണെങ്കിൽ ഒരു റെഗുലറായി വന്നൊരു കുട്ടിയും ഞാൻ ഇങ്ങനെ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിച്ചൊരു കുട്ടിയും രണ്ടുപേരും തമ്മിൽ വരികയാണെങ്കിൽ അപ്പൊ അവർക്ക് തന്നെയായിരിക്കില്ലേ മുൻഗണന കിട്ടുക? തീർച്ചയായിട്ടും റെഗുലർ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും മുൻഗണന ലഭിക്കും. ഇപ്പോൾ ഒരു ടീച്ചിങ് പോസ്റ്റ് അങ്ങനെയുള്ള പോസ്റ്റുകളാണ് വരുന്നതെങ്കിൽ റെഗുലർ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് തീർച്ചയായിട്ടും മുൻഗണന. എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിക്കില്ല എന്നുള്ളതല്ല അർത്ഥം. ഓക്കെ. അത് കഴിഞ്ഞ് സൈക്കോളജിയിലാണെങ്കിൽ ഇത് നഴ്സിംഗിൽ തന്നെ ഡിഗ്രി കഴിയണോ? ഇങ്ങനെയാ സാർ കൗൺസിലിംഗ് സൈക്കോളജി കിടക്കണമെങ്കിൽ? കൗൺസിലിംഗ് സൈക്കോളജി ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരള സർവകലാശാലയുടെ തുടർ വിദ്യാഭ്യാസ യാപന കേന്ദ്രം PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി നടത്തുന്നുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പൊ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് വന്ന് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ? അതെ, ശനി ഞായർ മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ഒരു ആഗ്രഹ സാഫല്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എന്തായാലും, കാരണം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അതായത് ഇനിയും തുടർന്ന് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് വരുന്നത്. സാർ ഇപ്പം എന്തായാലും വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മൾ പറഞ്ഞു വന്ന PhD തീസിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. തീസിസ് റിവ്യൂ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് തിയറിറ്റിക്കൽ ബേസിസ് ഓഫ് ദി സ്റ്റഡി. ഒരു സ്റ്റഡി PhD തീസിസ് എപ്പോഴും തിയറിറ്റിക്കൽ ബേസിസിലായിരിക്കണം. എന്താണ് നമ്മുടെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, ആ തിയറീസ് അനലൈസ് ചെയ്യുകയും നമ്മുടെ സ്റ്റഡീസ് ആ തിയറീസുമായിട്ട് ലിങ്ക് ചെയ്യുകയും ചെയ്യണം. അതും നമുക്ക് ആദ്യത്തെ വർഷം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ആവും. രണ്ടാമത്തെ വർഷം നമുക്ക് ചെയ്യേണ്ടത് പൈലറ്റ് സ്റ്റഡിയാണ്. പൈലറ്റ് സ്റ്റഡി നടത്തുക, എന്നിട്ട് നമ്മൾ ടൂൾസുകൾ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് ആ ടൂൾസ് ടെസ്റ്റ് ചെയ്യുക, ടൂൾസ് ടെസ്റ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുക, എന്നിട്ട് ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുക. അത് നമ്മൾ രണ്ടാമത്തെ വർഷം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിന് അതേപോലെ തന്നെ ഈ ഡേറ്റാസ് എല്ലാം എഡിറ്റ് ചെയ്ത് നമ്മൾ അനാലിസിസിനുള്ള ഒരു പാറ്റേൺ തയ്യാറാക്കുക. ഇതും രണ്ടാമത്തെ വർഷം ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ വർഷത്തിലേക്ക് ദോഹയിൽ നിന്ന് ഒരു കോളർ വന്നിട്ടുണ്ട്, ഒരു പ്രേക്ഷകൻ. ഹലോ. ഹലോ. സംസാരിച്ചു ശ്രീ രവീന്ദ്രൻ നായർ, ദോഹയിൽ നിന്നല്ലേ? എന്താണ് സംശയം? അതെ, ഞാൻ എന്റെ മകന്റെ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്.